ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. കാരണം 29 വർഷങ്ങൾക്ക് ശേഷം ബാല്യകാല കൂട്ടുകാർക്കൊപ്പം ചേർന്നപ്പോൾ ശരിക്കും ആ നിമിഷങ്ങൾ സ്വർഗീയ അനുഭൂതി തന്നെയായിരുന്നു. ഞാനും എൻ്റെ കുട്ടിക്കാലത്തിൽ എത്തിയതുപോലെ തോന്നി. 95 ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ബോയ്സിലെയും ഗേൾസിലെയും വിദ്യാർത്ഥികൾ ഒത്തുചേർന്നപ്പോൾ ശരിക്കും ഒരു അവിസ്മരണീയമായ ഒത്തുചേരൽ തന്നെയായിരുന്നു. ഔദ്യോഗിക പദവികളുടെ വലിപ്പച്ചെറുപ്പമില്ലാതെ 43-ൽ നിന്നും നമ്മൾ 15-ലേക്ക് ഇറങ്ങിയ നിമിഷങ്ങൾ ഓർമ്മിക്കാൻ, ഓമനിക്കാൻ അങ്ങനെ ഒരു ദിവസം കൂടി. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ് ചെയ്യാൻ മറക്കരുത്. പോകാം. നമ്മുടെ വേദിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ തന്നെ അവരവരുടെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റിയവരാണ്. എങ്കിലും എടുത്തു പറയേണ്ടത് നമ്മുടെ ധന്യയുടെ പേര് തന്നെയാണ്. ജോലി തിരക്കുകൾക്കും കുടുംബകാര്യങ്ങൾക്കും ഇടയിൽ നമ്മുടെ കൂട്ടുകാരെ കണ്ടെത്താനുള്ള ധന്യയുടെ ശ്രമം വളരെ വലുതായിരുന്നു. നമ്മുടെ കൂട്ടായ്മയ്ക്ക് സോഷ്യൽ മീഡിയയുടെ പങ്കും ചേർന്നല്ല. വളരെയേറെ തിരക്കുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കാണാൻ ഓടിയെത്തിയ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. നമ്മുടെ ഈ സ്നേഹ സംഗമം നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും മദ്യം പറഞ്ഞ് സന്തോഷിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. ശരിക്കും നമ്മൾ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നിഷ്കളങ്കമായി ചിരിക്കുകയും കളങ്കമില്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ്, ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ്, കണ്ടതില്ല നിന്നെ മാത്രം കടലിൽ നീയെന്നറിയുവോളം, ഒരു ഭാര്യ രണ്ട് മക്കൾ. ഭാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്നു. മോൾ 5ാം ക്ലാസ് പഠിക്കുന്നു. 7 വയസ്സ്. നമ്മൾ 5 പേരിൽ തുടങ്ങിയതാണ്. ആക്ച്വലി നമ്മൾ തുടങ്ങിയത് 2017-ലാണ്. 2017 നമ്മൾ ഗ്രൂപ്പ് തുടങ്ങി. നമ്മൾ ഏകദേശം ഒരു 15 പേരോളം നമ്മൾ സഹായിച്ചിട്ട് നമ്മുടെ ഒപ്പം ഉള്ളതാണ്. നമുക്കിടയിലുള്ള ആൾക്കാർ 15 പേരോളം നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അന്ന് നമ്മൾ 35-40 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് വലുതായി 130-140 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു ഒത്തുക മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോയി നമുക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പേടിച്ചല്ല, ഒരുപാട് പേര് വന്നപ്പോൾ പേരെനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ദീർഘമായ ഒരു പ്രഭാഷണം നമ്മുടെ കവിത വിളിക്കാമോ അറിയില്ല.
എല്ലാവരും കണ്ടതിൽ വളരെ വളരെ സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പുറം കൂട്ടുകാരും പുറത്തും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ എത്താൻ പറ്റാതെ ലൈവായിട്ട് നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ കാണും. കാര്യം അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് വരണമെന്നുണ്ട്, പക്ഷേ പങ്കെടുക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളായതുകൊണ്ട് അവർ വരുന്നില്ല എന്നൊക്കെയാണ്. എൻ്റെ പേര് സുജിത്ത്. മത്സരം ആരംഭിക്കുകയാണ്. മുന്നോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഓടി ജിജി മത്സരത്തിൽ നിന്നും ഔട്ടായിരിക്കുന്നു.